ഒരു സഭയായി ഇടയായി. ദൈവമക്കളായ എല്ലാ സഹോദരങ്ങൾക്കും കർത്താവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടി ക്രിസ്തീയ സ്നേഹം. ഈ കഴിഞ്ഞ ആഴ്ചയിൽ വിവിധമായ പ്രയാസങ്ങളിൽ കൂടി ഈ ദേശത്തുള്ള മനുഷ്യർ കടന്നു. നമ്മളിൽ ചിലര് രോഗികളായി ഭാരപ്പെട്ടുവെങ്കിലും കർത്താവ് എല്ലാവരെയും കാത്തു പാലിച്ചു. ദൈവം ചെയ്യുന്ന ചെറുതും വലുതുമായ എല്ലാ നന്മകൾക്കായും എന്നും ദൈവത്തിന് നന്ദി പറയുവാൻ സ്തോത്രം അർപ്പിക്കാൻ നാം ബാധ്യസ്ഥരാണ്. സഭയായി ഒരുമിച്ച് കൂടുമ്പോൾ കർത്താവ് പിന്നെയും അതിന് സംഗതിയാക്കും. ഈ ആഴ്ചയിൽ ഭൂമിയിൽ എന്ത് സംഭവിക്കുമെന്ന് നാം അറിയിക്കുന്നു. നാം എന്താണ് അഭിമുഖീകരിക്കേണ്ടി വരുന്നത് എന്ന് നമുക്കറിയില്ല. അറിയുന്ന കർത്താവിന്റെ സന്നിധിയിലാണല്ലോ നാം ഈ പകർക്കാറ് ജയമായി നടത്തുവാൻ കഴിയുന്നവരിലേക്ക് നമ്മെ ഒരിക്കലും ഈ വർഷം ആരംഭിച്ചപ്പോൾ നമുക്ക് ദൈവം തന്ന വാക്യം നാം ഒരിക്കലും മറക്കരുത്. ഈ വർഷം സ്തോത്രം. പെട്ട തളത്തിന്റെ കുഞ്ഞിനെ മറന്നു. മറക്കുമെന്നാണ് ആ വാക്യത്തിന്റെ അർത്ഥം. മറന്നാണ്. ഞാൻ നിന്നെ മറക്കില്ല. ആദ്യത്തേതിൽ മറക്കുമെന്ന് ധ്വനിയുള്ളപ്പോൾ രണ്ടാമത്തേതിൽ ഉറപ്പാണ്. വെറുതെ ദൈവം ഒരു വാക്യം നമുക്ക് തന്നുവെന്ന് നാം മനസ്സിലാക്കുന്നത്. ദൈവത്തിന് അറിയാം ഈ വാക്യം വേണം. ഏറ്റെടുത്തുകൊള്ളുക. കർത്താവ് ഇന്ന് വായിച്ച സങ്കീർത്തനത്തിൽ നമ്മൾ പലപ്പോഴും ചിന്തിച്ച അനേക കാര്യങ്ങൾ അയവറക്കാൻ നമുക്ക് ഇന്ന് സാധിക്കും. വീണ്ടും ഈ സങ്കീർത്തനത്തിൽ നിന്ന് ഞാൻ ചൂണ്ടുന്നു. ദൈവമക്കൾ ദൈവവചനത്തിൽ സന്തോഷിക്കും. ഇന്ന് അതാണ് നമ്മുടെ ന്യായപ്രമാണത്തെ ധ്യാനിച്ചാൽ മാത്രം പോരാ. സ്തോത്രം. രണ്ടാമത്തെ വാചകത്തിൽ യഹോവയുടെ ദൈവവചനത്തിൽ ദൈവമക്കൾ സന്തോഷിക്കും. ഇന്നലെ രാത്രി ദൈവവചനം നാം പഠിച്ചപ്പോൾ ലോകത്തിൽ വിവിധ ഉപദേശങ്ങളുണ്ട് എന്നും എന്നാൽ ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കണമെന്ന് നാം പഠിച്ചു. കാലാകാലങ്ങളില് ദൈവവചനം പ്രസംഗിച്ച ഇടങ്ങളിൽ ഉണ്ടായ ജനത്തിന്റെ പ്രതികരണ രീതി ദൈവമക്കൾ ഗ്രഹിക്കുക. നാം എന്നിട്ട് എങ്ങനെയെന്ന് ദൈവവചനത്തിൽ നാം കൊടുക്കുന്ന നമ്മുടെ നിലപാട് എന്ത് എന്ന് പരിശോധിച്ച് നമ്മെ ക്രമപ്പെടുത്തുക. സംഗീതക്കാരുടെ പറയുകയാണ്, അവന്റെ സ്വഭാവം അവൻ ദൈവവചനത്തിൽ സന്തോഷിക്കും. നമുക്കും ദൈവത്തിന്റെ വചനത്തിൽ സന്തോഷിക്കാം. യേശുക്രിസ്തുവിന്റെ ജനന സമയത്ത് ദൂതന്മാർ യേശുക്രിസ്തുവിനെ കുറിച്ച് പല കാര്യങ്ങളും പ്രസ്താവിച്ചു. തന്നെ ദൈവാലയത്തിൽ കൂടിയെന്നിട്ട് തന്നെ കണ്ടിട്ടേ മരിക്കത്തുള്ളൂ എന്ന് പറയത്തക്കവണ്ണം ഇരുന്ന ഒരു വൃദ്ധനെ ദൈവം യേശുക്രിസ്തുവിനെ കുറിച്ച് പറയേണ്ടതിന് പരിശുദ്ധാത്മാവിൽ നിയമിച്ച വാചകങ്ങൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കൂടെ നാം വായിക്കുന്നു. യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞ ശേഷം തന്റെ മാതാവായ മറിയയുടെ മേൽ കൈവച്ച് ആ വൃദ്ധൻ യെരൂശലേം ദൈവാലയത്തിൽ ഇരുന്നുകൊണ്ട് ദൈവാത്മാവിൽ കാണുന്ന കാഴ്ച പ്രവചനാത്മാവിൽ പ്രസ്താവിച്ചു. രണ്ടാം അധ്യായത്തിൽ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. അത് യേശുവിനെ കുറിച്ച് പറഞ്ഞതാണ്. അടുത്ത വാചകത്തിലേക്ക് നാം വരുമ്പോൾ എന്റെ കണ്ണ് കണ്ടുവല്ലോ. അടുത്ത വാചകത്തിലേക്ക് വന്നാണ് ഇങ്ങനെ അവനെ കുറിച്ച് പറഞ്ഞതിൽ അവന്റെ അപ്പനും അമ്മയും ആശ്ചര്യപ്പെട്ടു. അടുത്ത വാചകം, പിന്നെ ശിമോൻ അവരെ അനുഗ്രഹിച്ചു. അപ്പനെയും അമ്മയും അനുഗ്രഹിച്ചിട്ട് അടുത്ത വാചകം പ്രത്യേകം ശ്രദ്ധിച്ചു. അവന്റെ അമ്മയായ മറിയോട് അനേക ഹൃദയങ്ങളിലെ വിചാരം വെളിപ്പെടേണ്ടതിന് ഇവനെ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും എഴുന്നേൽപ്പിനും മറുത്തു പറയുന്ന അടയാളമായി യേശുവിനെ ദൈവം ഉപയോഗിക്കുന്ന രീതി കണ്ടോ? ഇവരെ അനേകരുടെ വീഴ്ചയ്ക്കും എഴുന്നേൽപ്പിനും മറുത്തു പറയുന്ന അടയാളത്തിനുമായി ആട് ദൈവങ്ങൾക്ക് മനസ്സിലായി. അനേക ഹൃദയങ്ങളിലെ രഹസ്യം വെളിയിൽ വരും.
അകത്തിരിക്കുന്നത് പലതും പുറത്തു വരും ഇവൻ നിമിത്തം. എന്നിട്ട് പലരും വീഴും, പലരും എഴുന്നേൽക്കും. സാക്ഷാൽ യേശുക്രിസ്തുവിനെ പ്രസംഗിച്ച അഥവാ ദൈവവചനം പ്രസംഗിച്ച മനുഷ്യന്റെ അകത്തുള്ളത് പുറത്തു വരും. ഇരിക്കാനൊക്കത്തില്ല പിന്നെ അവിടെ. നമുക്കറിയാം, യേശു ദൈവവചനം പ്രസംഗിക്കുമ്പോൾ പല ഭൂതം ബാധിച്ചവരും ഇളകിയിട്ടുണ്ട്. അവർക്ക് ഇരിക്കാനൊക്കത്തില്ല. വചനം അങ്ങോട്ട് ചെല്ലുമ്പോൾ അവര് ഇളവില്ല, ഇരിക്കാനൊക്കത്തില്ല. ഇതുപോലെ മറ്റൊരു ക്രിയയാണ് ദൈവവചനം ഉള്ളതുപോലെ പ്രസംഗിക്കുമ്പോൾ നമ്മുടെ അകം അതുപോലെ ഇരിക്കത്തില്ല, പുറത്തു. കുറെ സമയം നമ്മൾ ട്രൈ ചെയ്ത് പിടിച്ചിരിക്കാൻ, പക്ഷെ ഒരു ദിവസം വെളിയിൽ വരും. വന്ന മനം തിരിയുന്നവർക്ക് നിൽക്കാൻ കഴിയും, മനം തിരിയാത്തവർക്ക് വീഴേണ്ടി. കണ്ടോ? അതാണ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഈ ഭൂമിയിലെ ശുശ്രൂഷയുള്ള ഒരു വലിയ ലക്ഷ്യം. ഒന്നുകൂടെ ആ വാക്യം വായിച്ചു. ഇവനെ പിന്നെ ശീമോൻ അവരെ അനുഗ്രഹിച്ചു. അവന്റെ അമ്മയായ മറിയോട് അനേക ഹൃദയങ്ങളിലെ വിചാരം വെളിപ്പെടേണ്ടതിന് ഇവനെ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും എഴുന്നേൽപ്പിനും മറുത്തു പറയുന്ന. ഇതിൽ നിങ്ങൾക്ക് വീഴ്ച എന്ന സ്ഥിതി വേണമോ, എഴുന്നേൽപ്പെന്ന സ്ഥിതി വേണമോ? നമുക്ക് വീഴണ്ട, നമുക്ക് ഇനി നോക്കി നമ്മുടെ കർത്താവ് പ്രസംഗിക്കുന്ന രീതി. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 60-ാമത്തെ വാക്യം, 6:60. അവന്റെ ശിഷ്യന്മാർ പലരും അത് കേട്ടിട്ട് ഇത് കഠിന വാക്ക് ആർക്ക് കേൾപ്പാൻ കഴിയുമെന്ന് പറഞ്ഞു. ശിഷ്യന്മാർ അതിനെ ചൊല്ലി പെറുപിറക്കുന്നത് യേശു തന്നിൽ തന്നെ അറിഞ്ഞ് അവരോട് യേശുവിന്റെ പ്രസംഗത്തിനെ കൊടുത്ത മാർഗ്ഗം കണ്ടു. ഇത് കഠിന വാക്ക്, ആർക്ക് ഇത് കേൾപ്പാൻ കഴിയും? ആരാ ഇത് ചോദിക്കുന്നത്? ശിഷ്യന്മാർ. ശിഷ്യന്മാരെന്ന് പറഞ്ഞാൽ അപ്പസ്തലന്മാരല്ല. യേശുവിന്റെ കൂടെ അന്ന് യാത്ര ചെയ്തുകൊണ്ടിരുന്ന എല്ലാവരെയും ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് പുരുഷന്മാരെ ശിഷ്യന്മാരെന്നും സ്ത്രീകളെ ശിഷ്യകൾ എന്നും. അവര് കർത്താവിന്റെ അത്ഭുതങ്ങൾ കാണുന്നുണ്ട്, കർത്താവിൽ നിന്ന് കേൾക്കുന്നുണ്ട്, പ്രാപിക്കുന്നുണ്ട്. കർത്താവിനെ അവരെപ്പോഴും അനുഗമിക്കുക. പക്ഷെ കർത്താവ് പ്രസംഗിച്ചപ്പോൾ അവർ പറയുകയാണ്, ഇത് കഠിന വാക്ക്. 66-ാമത്തെ വാക്യം. അന്ന് മുതൽ അവന്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി, പിന്നെ അവനോട് കൂടെ സഞ്ചരിച്ചില്ല. യേശു എന്ത് ചെയ്തിട്ടാ? കള്ളു കുടിച്ചിട്ടാണ്, ചീത്ത പറഞ്ഞിട്ടാണ്, ഈ ലോകത്തിൽ എന്തെങ്കിലും പാപവീശം ചെയ്തിട്ടാണ്, ആരെങ്കിലും വഴക്ക് പറഞ്ഞിട്ടാണ് യേശുവിന്റെ പ്രസംഗം ഇഷ്ടപ്പെടാത്തത്. നമുക്ക് മനസ്സിലായോ? കർത്താവ് പ്രസംഗിച്ചത് കഠിന വാക്കാണെന്ന് പറഞ്ഞു. ഭയപ്പെടുത്തി പറയാൻ വയ്യ കർത്താവെ ചോദിച്ചു. അവരെ തീരുമാനിച്ചു. ഒരു വലിയ കൂട്ടം നമ്മുടെ കൂടെ വന്നിട്ട് പാസ്റ്ററുടെ പ്രസംഗം ശരിയാകുന്നില്ലെന്ന് പറഞ്ഞ് മാറിപ്പോയാൽ നമുക്ക് ദുഃഖം തോന്നും. നമ്മുടെ കർത്താവിന്റെ സ്വഭാവം അടുത്ത വാക്ക്. ആകയാൽ യേശു പന്തിരരോട് നിങ്ങൾക്കും പോയിക്കൊള്ളുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. കർത്താവ് ക്ഷീണിച്ചില്ല. ഒരു വലിയ കൂട്ടം കഠിന വാക്കാണെന്ന് പറഞ്ഞു പോയപ്പോൾ കർത്താവ് ക്ഷീണിച്ചില്ല. ഒരു 12 പേര് കൂടെ നിൽക്കുന്നു. അവരോട് തിരികെ വെച്ചു, നിങ്ങൾക്കും ഉണ്ടോ പോവാൻ മനസ്സ്? ജനത്തെ കണ്ടിട്ട് ശുശ്രൂഷ ചെയ്യുവാൻ വന്നവരല്ല യേശു. അടുത്ത വാചകത്തില് ശിഷ്യന്മാർ കൊടുത്ത മറുപടിയുണ്ട്. ശീമോൻ പത്രോസ് അവനോട്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. എത്ര അണ്ടർലൈൻ ചെയ്താലും തീരത്തില്ല. പോയവര് പറഞ്ഞ വാക്കെന്തോ നിന്റെ വായിൽ വന്നില്ല, കഠിനപ്പെട്ടതാണ്. നിന്നവര് പറഞ്ഞെന്തോ ജീവന്റെ മൊഴി. ഇതാണ് ദൈവവചനത്തെ സ്വീകരിക്കുന്ന ദൈവമക്കൾ തമ്മിലുള്ള വ്യത്യാസം. ഇത് ശിഷ്യരായിരുന്നവർ, യേശുവിനെ അനുഗമിച്ച ശിഷ്യരായിരുന്നവരുടെ സ്വഭാവം.
എന്നാൽ അതിന്റെ മത്തായി സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 12-ാമത്തെ വാക്യം, 15-12. അപ്പോൾ ശിഷ്യന്മാർ അടുക്കൽ വന്നു, പരീശന്മാർ ഈ വാക്ക് കേട്ട് ഇടറിപ്പോയി എന്ന് അറിയുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവൻ, സ്വർഗസ്ഥനായ എന്റെ പിതാവ് നട്ടിട്ടില്ലാത്ത തൈയൊക്കെയും വേരോടെ പറഞ്ഞു പോകും. നിന്റെ പ്രസംഗം കേട്ടിട്ട് അന്തസ്സുള്ള കുറെ പേര് പോയത് കണ്ടില്ലേ എന്നാ ചോദിച്ചത്. പരീശന്മാരെന്ന് പറഞ്ഞാൽ യഹൂദന്മാരിൽ ആത്മീയ ശ്രേഷ്ഠതയുള്ളവരാണ്. ഉപവസിക്കുന്നവര്, പ്രധാനം കൊടുക്കുന്നവര്, ഒത്തിരി എന്നുവെച്ചാൽ സാധുകരിക്കാരും ഒക്കെ മുൻപിൽ നിൽക്കുന്നവരാണ് പരീശന്മാർ. പരീശന്മാർ തന്നെ 10 കൂട്ടങ്ങളുണ്ട്, 10 സൈസ്. അവരേത് സ്ഥലത്ത് നിന്നും പ്രാർത്ഥിക്കുന്നവരാണ്. അവരെ കണ്ടാൽ തന്നെ അറിയാം അവർ യഹൂദന്മാരുടെ ആത്മീയരാണ്. യേശുവിനോട് ശിഷ്യന്മാർ പറയുക, കർത്താവേ, പ്രസംഗം കേട്ടിട്ട് ആൾക്കാർ പോകുന്നത് കാണുന്നില്ലേ? എന്റെ പ്രസംഗം കേട്ടിട്ട് പരീശന്മാർ പോയി. യേശു ചിരിച്ചു. അവർ പോകുന്ന പോക്കിന് വിളിച്ചതെന്ന് അറിയാമോ? നീ ഒരു ശമരി എന്ന് വിളിച്ചതാണ് പുസ്തകത്തിലോ. എന്ന് പറഞ്ഞാൽ യേശുവിന്റെ അമ്മ യേശുവിനെ പ്രസംഗിച്ചത് അപ്പനില്ലാതെ. ആത്മീയർക്കറിയാം പരിശുദ്ധാത്മാവിലാണ്, അല്ലാത്തവരെന്ന് പറഞ്ഞുണ്ടാക്കിയത് എന്താണെന്നറിയാമോ? മറിയ ഒരു ശമരിനെ അവിഹിതമായി ബന്ധപ്പെട്ട് അവരുണ്ടായ കുഞ്ഞാണ് യേശു എന്നാണ്. അതിന് യേശുവിനെ സാധാരണ വിളിക്കുന്നത് മറിയുടെ മോനെ എന്നാണ്. എന്ന് പറഞ്ഞാൽ അപ്പനില്ലാത്ത കുഞ്ഞി എന്നാണ്. ഒന്നുകൂടെ ആവശ്യം വരുന്നവർ വിളിക്കും, നീ ഒരു ശമരി എന്ന് വെച്ചാൽ നിന്റെ അപ്പൻ ശമരിനാണ്. അങ്ങനെ വിളിച്ചിട്ടാണ് പോയത്. ശിഷ്യന്മാർ പോയപ്പോൾ കഠിന വാക്കാന്ന് പറഞ്ഞു പോയി. എന്നാൽ അല്ലാത്തവർ പോയപ്പോൾ ചീത്ത പറഞ്ഞിട്ടാണ് പോയത്. യേശു 2 സ്ഥലത്തും പ്രതികരിച്ചത് കേട്ടോ. എന്റെ പിതാവ് നട്ടിട്ടുണ്ട്, നിത്യജീവനായി നിയമിക്കപ്പെട്ടു. ഇനി ആദിമ സഭയിലേക്ക് വന്ന് അപ്പസ്തോല പ്രവൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായം അതിന്റെ 46-ാമത്തെ വാക്യം. അപ്പോൾ പൗലോസും ബർന്നബാസും ധൈര്യം പൂണ്ടു, ദൈവവചനം ആദ്യം നിങ്ങളോട് പറയുന്നത് ആവശ്യമായിരുന്നു, എന്നാൽ നിങ്ങൾ അതിനെ തള്ളി നിങ്ങളെ തന്നെ നിത്യജീവൻ അയോഗ്യരെന്ന് വിധിച്ചു പറയുന്നതിനാൽ. വചനത്തെ തള്ളിയാൽ നിത്യജീവന് അയോഗ്യരെന്ന് നാം നമ്മെ കുറിച്ച് തീരുമാനിക്കുക. പൗലോസ് പ്രസംഗിച്ചതിനെ അവർ ദുഷിച്ചു എന്നാണ് മുകളിലെ വാക്യം. ദുഷിച്ചു. ആ ചീത്തയെല്ലാം ദുഷിപ്പെല്ലാം കേട്ടപ്പോൾ പൗലോസ് ധൈര്യപ്പെട്ടു. അതാണ് പൗലോസും ബർന്നബാസും ധൈര്യപ്പെട്ടു. എന്നിട്ട് പറയുകയാണ്, നിങ്ങളോട് ദൈവവചനം പ്രസംഗിക്കേണ്ടത് ആവശ്യമായി, എന്നാൽ നിങ്ങളതിനെ തള്ളി. നിങ്ങൾ തള്ളിയത് ദൈവവചനത്തെയല്ല, നിങ്ങൾക്ക് ദൈവം വെച്ച നിത്യജീവനെ. അതുകൊണ്ട് ഇനി നിങ്ങളോട് പ്രസംഗിക്കില്ല. താഴേക്ക് പ്രസംഗിപ്പാൻ 48-ാമത്തെ വാക്യം. ജാതികൾ ഇത് കേട്ട് സന്തോഷിച്ചു, ദൈവവചനത്തെ മഹത്വപ്പെടുത്തി നിത്യജീവനായി നിയമിക്കപ്പെട്ടവരെല്ലാവരും വിശ്വസിച്ചു. കണ്ടോ? നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ നിത്യജീവനെ തള്ളിയവർ. വചനത്തെ സ്വീകരിച്ചവർ നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ. ഒരേ പ്രസംഗം, പക്ഷെ ഒരു കൂട്ടര് ദൈവവചനത്തെ തള്ളുന്നു, ദുഷിക്കുന്നു, കഠിന വാക്കെന്ന് പറയുന്നു, ചീത്ത പറയുന്നു. എന്നാൽ വേറൊരു കൂട്ടര് ദൈവവചനം കേട്ടു. സഹോദരങ്ങളെ, നമുക്ക് ദൈവവചനത്തിൽ സന്തോഷിക്കാം. അതൊരു വലിയ ഭാഗ്യമാണ്. ലോകത്തില് ഈ പുസ്തകത്തെ നശിപ്പിക്കുവാൻ ശ്രമിച്ചതുപോലെ മറ്റൊരു പുസ്തകത്തെ നശിപ്പിക്കാൻ ആരും ഉണ്ടായിട്ടില്ല. എന്നാൽ ഈ പുസ്തകത്തെ നശിപ്പിക്കാൻ ആർക്കും കഴിയില്ല. ഈ പുസ്തകം വാങ്ങിച്ചവർ അനുഭവിച്ച പ്രവാസം പോലെ മറ്റാരും പ്രവാസം അനുഭവിച്ചിട്ടില്ല. യഹൂദൻ നാട് വിട്ടു പോകേണ്ട എത്രയോ ദീർഘവർഷങ്ങളുണ്ട്. എന്നിട്ടും ദൈവം അവർക്ക് കൊടുത്തിരുന്ന ഈ പുസ്തകം നശിച്ചില്ല. 480 വർഷം വല്ല നാട്ടിലുമൊക്കെ പോയി താമസിക്കുന്നവരുടെ പക്കൽ വർഷങ്ങൾക്ക് മുമ്പ് കൊടുത്ത ഈ പുസ്തകം അന്ന് ഇതുപോലെ സൂക്ഷിക്കാനുള്ള ക്രമീകരണം ഒന്നും
ഇല്ലല്ലോ. തുകൽ ചുരുളുകളിലൊക്കെയല്ലേ എഴുതിക്കൊണ്ട് സൂക്ഷിക്കേണ്ടത്. ഇതിനെ ഒരധ്യായത്തിനെ തുകലിൽ എഴുതി സൂക്ഷിക്കണമെങ്കിൽ എത്ര വലിപ്പം കാണും, സൂക്ഷിക്കാൻ എത്ര വലിയ ഇടം വേണം. മനുഷ്യർ പ്രവാസത്തിലേക്ക് അടിമകളായി പിടിക്കപ്പെട്ട് അറസ്റ്റ് വരിക്കപ്പെട്ടു പോകുമ്പോൾ എങ്ങനെ ഈ പുസ്തകം നിലനിൽക്കും? ദൈവം സൂക്ഷിച്ചു. ഈ പുസ്തകം വായിച്ചതിന് പുസ്തകം കഴുത്തിൽ കെട്ടിത്തൂക്കി തീ വെച്ച് കൊന്ന മനുഷ്യരുണ്ട്. ഈ പുസ്തകം മാല പോലെ കഴുത്തിൽ കെട്ടിത്തൂക്കിയിട്ടുണ്ട്. ഈ പുസ്തകം വായിച്ചിരുന്ന കാരണത്തിന് നിരത്തി നിർത്തി അനേകരുടെ തീ വെച്ച് പുസ്തകത്തോട് ചേർന്ന് അവർ തീ വെന്ത് മരിച്ചിട്ടുണ്ട്. ഈ പുസ്തകം ഇതുപോലെ പീഡ സഹിച്ച മറ്റൊരു പുസ്തകമില്ല. എന്നാൽ ഈ പുസ്തകം നശിച്ചിട്ടില്ല. ബുദ്ധിമാന്മാർ എഴുതിയ പല പുസ്തകങ്ങളും ലൈബ്രറിയിൽ തപ്പിയാൽ പോലും കിട്ടത്തില്ല. എന്നാൽ ഈ പുസ്തകം ജാതികളുടെ കയ്യിൽ പോലും എല്ലാ റേഡിയോയിലും എല്ലാ ടെലിവിഷനിലും എല്ലാ കമ്പ്യൂട്ടറിലും ഈ പുസ്തകം ഇന്ന് സ്ഥാനം പിടിച്ചിരിക്കുന്നു. നമുക്ക് എടുക്കുവാനുള്ള ഭാഗ്യം ദൈവത്തിനുണ്ടാകും. നമുക്ക് താഴാം, വീഴാം, സന്തോഷിക്കാം. കഴിഞ്ഞ 2 ആഴ്ചയായി നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ശരീരം ദൈവത്തിന് സമർപ്പിക്കണം എന്നതോട് വിഷയം. ആദ്യത്തെ ആഴ്ചയില് ദേഹത്ത് നാം ഒന്നും ആവശ്യമില്ലാതെ വരച്ച് കുറിച്ച് വെക്കരുത്. നമ്മുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. ഇത് ടാറ്റു അടിക്കരുത് എന്ന് നാം പഠിച്ചു. വീണ്ടും നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആഭരണം ദൈവമക്കൾ എന്തുകൊണ്ട് ധരിക്കാതിരിക്കുന്നു എന്ന വിഷയത്തോട് ബന്ധപ്പെട്ടാണ്. അതിൽ മോതിരവിരൽ എന്താണ്, രുദ്രാക്ഷമാല എന്താണ്, നാം ധരിക്കുന്ന ആഭരണങ്ങൾ എന്താണ് എന്നതിനെ കുറിച്ച്, എലസിനെ കുറിച്ച് മറ്റു കുറെ കാര്യങ്ങൾ ഗ്രഹിപ്പാൻ കർത്താവ് നമുക്ക് ഇടയാക്കി. കഴിഞ്ഞ ആഴ്ച അതിൽ ഉണ്ടാകാവുന്ന ഒരു സംശയം ദൈവത്തിൽ കൂടെ ഞാൻ പരിഹരിച്ചു. ഇന്ന് മറ്റൊരു സംശയം പരിഹരിക്കാൻ പോവുകയാണ്. സ്തോത്രം. വായിക്കാം ദൈവവചനത്തില്. പത്രോസിന്റെ ലേഖനത്തില് നമ്മൾ വരുമ്പോൾ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. ആഭരണത്തിന്റെ കൂടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമാണ് വിലയേറിയ വസ്ത്രം എന്നുള്ളത്. സ്തോത്രം. അതിന്റെ 3-ാം അധ്യായം 3-ാമത്തെ വചനം. നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേ ഉള്ളതല്ല. വസ്ത്രം ധരിക്കുന്നത് എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്തോത്രം. താഴേക്ക് വരുമ്പോൾ തീമോഥെയോസിന്റെ ലേഖനത്തിൽ നാം പഠിക്കുന്നത് വിലയേറിയ വസ്ത്രം ധരിക്കുന്നതും എന്ന് വായിക്കാൻ സാധിക്കും. 2:9 വാക്യം തീമോഥെയോസിന്റെ 1-ാമത്തെ ലേഖനം. അവണ്ണം സ്ത്രീകളും യോഗ്യമായ വസ്ത്രം ധരിച്ച് ലജ്ജാശീലത്തോടും സുബോധത്തോടും കൂടെ തങ്ങളെ അലങ്കരിക്കണം. പിന്നിയ തലമുടി, പൊന്ന്, മുത്ത്, വിലയേറിയ വസ്ത്രം. ഇവിടെ ഒരു സംശയം സാധാരണ എല്ലാവരും ചോദിക്കുന്നതാണ്. ഫാസ്റ്ററെ, അത് പൊന്നണിയരുത് എന്ന് പ്രസംഗിച്ചു, അല്ലെങ്കിൽ ആഭരണം ധരിക്കരുത്, വിലയേറിയ വസ്ത്രം ധരിക്കാമോ? അതും പാടില്ലെന്നല്ലേ പുസ്തകത്തിൽ. അപ്പം വിലയേറിയ വസ്ത്രം ധരിക്കുന്നത് ശരിയാണ്. പൊന്ന് അണിയരുത് എന്ന് പഠിപ്പിക്കുന്നതിന് ഒരു ന്യായീകരണത്തിന് വേണ്ടി നാം എടുക്കുന്ന ഒരു ഭാഗമാണ് വിലയേറിയ വസ്ത്രം. ഇതിന്റെ സംശയം തീർക്കുവാൻ ഞാൻ മറ്റൊരു ഭാഗം നിങ്ങളെ പഠിപ്പിക്കാം. ജഡത്തിന്റെ പ്രവൃത്തി അതുള്ളവർ ദൈവരാജ്യം അവകാശമാക്കത്തില്ല. ഗലാത്യ ലേഖനത്തിൽ ജഡത്തിന്റെ പ്രവൃത്തിയായി വായിക്കുന്നത് വായിച്ചാണ്. 5-ാം അധ്യായം ഗലാത്യ 19-ാമത്തെ വാക്യം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി. ആദ്യത്തെ കുറെ കാര്യങ്ങള് ദുർനടപ്പ്, വിഗ്രഹാരാധന, ആഭിചാരം ആദിയായ കാര്യങ്ങളുടെ കൂട്ടത്തിൽ താഴെ എഴുതിയിരിക്കുന്നത് കണ്ടോ?
പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഒരാൾ പറയുകയാണ് പാസ്റ്ററെ ഞാൻ വിഗ്രഹാരാധനയ്ക്ക് വില കൽപ്പിക്കും, ഞാൻ ദുർനടപ്പിനെ വില കൽപ്പിക്കും. എന്താ കാര്യം? നമ്മുടെ സഭയില് പകയുള്ളവർ ഇരിപ്പുണ്ട്, കണക്കുള്ളവർ ഇരിപ്പുണ്ട്. പുസ്തകത്തിലെ പകയും കണക്കും എല്ലാം അതിന്റെ കൂട്ടുകാരാണ്. കണ്ടോ? ജഡത്തിന്റെ പ്രവൃത്തിയോ ഏതൊക്കെയാ? ജഡത്തിന്റെ പ്രവൃത്തിയോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത. താഴെ പറയുന്ന കാര്യങ്ങളെല്ലാം സഭയിൽ പലർക്കും ഉണ്ട്. പകയുള്ള വിശ്വാസിയുണ്ട്, കണക്കമുള്ള വിശ്വാസിയുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം ജഡത്തിന്റെ പ്രവൃത്തിയായിരിക്കുക, മുകളിൽ ജഡത്തിന്റെ പ്രവൃത്തിയാണ്. അതുകൊണ്ട് പാസ്റ്റർ മേലാല് ദുർനടപ്പുകാരെയോ വിഗ്രഹാരാധനയോ അത് ചെയ്യരുതെന്ന് പഠിപ്പിക്കുക. ഇനി നമ്മൾ കൊരിന്ത്യ സഭയിലേക്ക് വന്നു. കൊരിന്ത്യ സഭയിലെ വിശ്വാസികളിൽ ജഡത്തിന്റെ പ്രവൃത്തി ഉണ്ടായി. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം 3-ാമത് വാക്യം. ഭക്ഷണമല്ല പാലത്രേ ഞാൻ 3-ാം അധ്യായം 3-ാമത് വാക്യം. നിങ്ങളുടെ ഇടയിൽ ഈർഷ്യവും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡീകന്മാരും ശേഷം മനുഷ്യരും പോലെ നടക്കുന്നവരുമല്ലയോ? കണ്ടോ? കൊരിന്ത്യ സഭയിലെ ഈർഷ്യയും പിണക്കവും ഉണ്ടായി. അവരുടെ വിശ്വാസികളെ 4 ഗ്രൂപ്പായിരുന്നു. അപ്പല്ലോസിന്റെ പക്ഷം, പൗലോസിന്റെ പക്ഷം, കേഫാറിന്റെ പക്ഷം, യേശുവിന്റെ പക്ഷം. 1-ാം അധ്യായം പഠിച്ചാൽ കാണാൻ പറ്റും. നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ വായിപ്പിക്കാത്തത്. അതിന്റെ 12-ാമത് വാക്യവും 1-ാം അധ്യായം. നിങ്ങളിൽ ഓരോരുത്തൻ ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ അപ്പല്ലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ കേഫാവിന്റെ പക്ഷക്കാരൻ, ഞാൻ ക്രിസ്തുവിന്റെ പക്ഷക്കാരൻ എന്നിങ്ങനെ പറയുന്നുവോ? സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ടെന്ന്. പിണക്കം, ഈ വിഷയത്തിൽ പിണക്കം കണ്ടോ? പക്ഷപിടി, പിണക്കം, ജഡത്തിന്റെ പ്രവൃത്തികളായി പറയപ്പെടുന്ന ഇത്യാദി കാര്യങ്ങൾ ആ സഭയിലുണ്ടായി. പൗലോസിന് അറിയാമായി. ഇനി 5-ാം അധ്യായത്തിലേക്ക് വന്നേ. 1-ാമത്തെ വാക്യം. നിങ്ങളുടെ ഇടയിൽ ദുർനടപ്പുണ്ടെന്ന് കേൾക്കുന്നു. ആ സഭയിൽ ദുർനടപ്പുള്ള ഒരുത്തനുണ്ടായി. ഇനി അതിന്റെ 3-ാമത്തെ വാക്യം. ഞാനോ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് കൂടെയുള്ളവനായി നിങ്ങളുടെ മധ്യ ഇരിക്കുന്നവനായി തന്നെ ഈ ദുഷ്കർമ്മം ചെയ്തവനെ കുറിച്ച് നിങ്ങളും എന്റെ ആത്മാവും നമ്മുടെ കർത്താവായ യേശുവിന്റെ ശക്തിയോടെ ഒന്നിച്ചു കൂടിയിട്ട് നമ്മുടെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ അവനെ ആത്മാവ് കർത്താവായ യേശുവിന്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ടതിന് സാത്താനെ ഏൽപ്പിക്കണം. കണ്ടോ? എന്ന് പറഞ്ഞാൽ ദുർനടപ്പുകാരനെ എന്ത് ചെയ്യണം? ശിക്ഷിക്കണം. ആ ദുർനടപ്പുകാരൻ പറയുക അതൊക്കത്തില്ല. എന്താ കാര്യം? ഞാൻ ദുർനടപ്പുകാരനെ സംബന്ധിച്ചു ജഡത്തിന്റെ പ്രവർത്തിയാണ്. പക്ഷേ എന്റെ കൂടെ ഇരിക്കുന്നവരൊക്കെ ഞാൻ പകയും പണമൊക്കെ ഉള്ളവരല്ലേ. അത് പൗലോസിന് അറിയാമല്ലോ. അവരെയും കൂടെ ശിക്ഷിച്ചിട്ട് എന്നെ കൂടെ ശിക്ഷിക്കാം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇതുപോലാണ്. പുസ്തകത്തിലുണ്ടല്ലോ വിലയേറിയ വസ്ത്രം ധരിക്കരുത്. അതുകൊണ്ട് വിലയേറിയ വസ്ത്രം ദൈവമക്കൾ ധരിക്കുന്നുവെന്ന കാരണത്താൽ ഞാൻ ആവണം. കണ്ടോ? നമുക്ക് വരുന്ന അബദ്ധം കണ്ടോ? ദൈവവചനം ഉള്ള രീതിയിൽ പഠിക്കാത്തത് കൊണ്ട് പാപം ചെയ്യുവാൻ പഴുതന്വേഷിക്കുന്ന യുക്തിവാദികളായി സാത്താൻ മനുഷ്യരെ മാറ്റും. ഇനി ഒന്നുകൂടെ കയറ്റി പറഞ്ഞാൽ, ഒരു പാപം ചെയ്യുന്നത് കണ്ടിട്ട് മറ്റൊരു പാപം ചെയ്യുന്നതിന് അത് അനുകൂലമായി ചിന്തിക്കരുത്. എല്ലാ പാപങ്ങളുടെ ലിസ്റ്റിൽ പെടുമെങ്കിലും ചിലതിന് പ്രത്യേക ഗൗരവം കൂടി. പിണക്കുള്ള 2 സഹോദരങ്ങൾ സഭയിലേക്ക് വരുന്നത് പോലെയല്ല ദുർനടപ്പുള്ള 2 സഹോദരങ്ങൾ സഭയിലേക്ക് വരുമ്പോൾ നാം കാണുന്നതും ദൈവം കാണും. ഈ സത്യം നമ്മുടെ മനസാക്ഷി സമ്മതിക്കുമല്ലോ. സഹോദരങ്ങളെ, ആഭരണം ധരിക്കുന്നതിന് ഈ പറയുന്നതൊന്നും ഒരു ന്യായം അല്ല. ഇനി ഒന്നുകൂടി നിങ്ങളെ മനസ്സിലാക്കാം. വസ്ത്രം എന്നതിന് വേദപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന വാചകം കണ്ടോ? വിലയേറിയ വസ്ത്രം
യോഗ്യമായ വസ്ത്രം. അവർണം സ്ത്രീകളും യോഗ്യമായ വസ്ത്രം ധരിച്ച് നിങ്ങളെ അലങ്കരിക്കുന്നത് വിലയേറിയ വസ്ത്രം കൊണ്ടല്ല. വസ്ത്രത്തിന് 2 കാറ്റഗറി കൊടുത്തത് കൊണ്ട്. ഇനി ആഭരണത്തിന് നമുക്ക് അങ്ങനെ കൊടുക്കാം. ആഭരണം സ്ത്രീകളും വിലയേറിയ ആഭരണം ധരിക്കാതെ യോഗ്യമായ ആഭരണം ധരിച്ച് തങ്ങളെ അലങ്കരിക്കണം എന്ന പുസ്തകത്തിലുണ്ടോ? കണ്ടോ? ആഭരണത്തെ 2ആയി തിരിച്ചിട്ടില്ല, വസ്ത്രത്തെ തിരിച്ചു തീർന്നു. ഇതാണ് ദൈവവചന സത്യം. എന്താ വസ്ത്രത്തെ തിരിച്ചപ്പോൾ ആഭരണത്തെ തിരിക്കാത്തത്? ആഭരണത്തെ തിരിക്കേണ്ട ആവശ്യമില്ല, അതെല്ലാം വേണ്ടാത്തതാണ്. വസ്ത്രത്തെ തിരിക്കണം, അതാണ് യോഗ്യമായ വസ്ത്രം. ഞാൻ തുറന്നു പറയട്ടെ സഹോദരങ്ങളെ, ഒത്തിരി പ്രസംഗിക്കേണ്ട ഒന്നും ആവശ്യമില്ല. നീ ഗുണപ്പെട്ടതാണെങ്കിൽ നീ അത് തന്നെയാണ്. മറ്റേ എത്ര നമ്മൾ തല്ലിയാലും ശരിയാകുന്നില്ല. അറിയാൻ വയ്യാത്തവർക്ക് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാകും. എന്നാൽ അല്ലാത്തവരുടെ അകത്താണ് കടന്നു. ഞാൻ ഒന്നുകൂടി കയറ്റി പറയുന്നു, ദൈവാത്മാവ് നടത്തുന്നവരും ദുരാത്മാവ് നടത്തുന്നവരും ഈ ഭൂമിയിലുണ്ട്, സഭയ്ക്കകത്തുണ്ട്. ഞാൻ പ്രശംസിക്കുവാൻ ഇഷ്ടമുള്ള വ്യക്തിയല്ല, എങ്കിലും സത്യം പറയുമ്പോൾ ചിലത് നന്മയായി പഠിക്കുന്നു. ഇന്നലെ പ്രിയ ജെഫ്രിയെ ഞാൻ ശ്രദ്ധിച്ചു. കഴിഞ്ഞ ആഴ്ച ഇവിടെ ഞാൻ പ്രസംഗിക്കാൻ വിളിക്കുമെന്ന് വിചാരിച്ചില്ല. അതുകൊണ്ട് ജോലി സ്ഥലത്ത് നിന്നുള്ളതുപോലെയാണ് വന്നത്. ഇങ്ങനെയും ദൈവസന്നിധിയിൽ ഇരിക്കണം എന്ന ആഗ്രഹത്തിന് ജോലിയിൽ ഓടി വരും. എന്നാൽ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു, ഇനിയുള്ള ശനിയാഴ്ചകൾ എന്നെ സഹായിക്കും. ഇന്നലെ വന്ന രീതി ദൈവമക്കൾ കണ്ടു. ജീൻസ് ഇടാതെ ചർച്ചിൽ ഉപയോഗിക്കുന്ന ഷൂസ് ഉപയോഗിച്ച് യോഗ്യമായ വസ്ത്രം ധരിച്ച് ഞാനത് പറഞ്ഞു കൊടുത്തിട്ടല്ലോ. ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് ചെയ്താലും തെറ്റില്ലെങ്കിലും പറയാതെ ചെയ്തപ്പോൾ അത് എത്ര മാന്യം. ഇതാ ഞാൻ പറയുന്നത്, ഒത്തിരി ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. നീ ഗുണപ്പെട്ടതാണെങ്കിൽ നിന്റെ അകത്ത് പരിശുദ്ധാത്മാവ് നിന്നോട് പറയും. അതുകൊണ്ട് ഞാൻ പറയുന്നത്, പിശാച് നമുക്ക് തരുന്ന ചിന്തയാണ്, അവരത് ചെയ്യുന്നില്ലേ, ഇവര് ചെയ്യുന്നില്ലേ, പുസ്തകത്തിൽ ഇന്ന വാക്കിൽ ഇങ്ങനല്ലേ എഴുതിയേക്കുന്നേ, മുകളിൽ പറഞ്ഞേക്കുന്നത് പോലല്ലേ താഴെ പറഞ്ഞേക്കുന്നേ. ഇതൊക്കെ നമ്മൾ ചിന്തിക്കാൻ കാര്യം എന്താണെന്നറിയാമോ? നമ്മുടെ അകത്ത് വേണം, അതുകൂടെ കുഴപ്പമില്ല എന്ന ചിന്ത സാധാരണ. ഞാൻ നിങ്ങളോട് കർത്താവിന്റെ നാമത്തിൽ പറയാം, ആത്മീയത്തിൽ വളരും തോറും ഈ ലോകത്തിൽ നമ്മൾ മാറിക്കൊണ്ടിരിക്കും. പൗലോസ് ആദ്യമേ പറഞ്ഞു, ലാഭമായിരുന്നതൊക്കെ ഞാൻ ചെയ്തവൻ തോന്നുന്നു. അപ്പൊ മുതല് കൈ പിടിച്ചിട്ടുണ്ട്, ലാഭമാ ചെയ്തവൻ. എന്നാൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം ഒന്നുകൂടെ കിട്ടിയപ്പോൾ പറഞ്ഞു, എല്ലാം ഉപേക്ഷിച്ച്, കണ്ടോ മുതലും പോയത് കണ്ടോ, സകലവും ഞാൻ ചപ്പെന്നും ചവർന്നു. ആദ്യം ലാഭം ഉപേക്ഷിച്ചവൻ രണ്ടാമത് പറയുകയാണ്, ഇപ്പൊ ലാഭം മാത്രമല്ല എല്ലാം ഉപേക്ഷിക്കുന്നു. എല്ലാത്തിനെയും ഞാൻ കാണുന്നത് ചപ്പ് ചവർ. എന്തുകൊണ്ട്? വല്ലവിധേയും മരിച്ചവരിൽ നിന്നുള്ള പുനരുദ്ധാനം. അതുകൊണ്ട് എനിക്ക് പറയാൻ ധൈര്യമുണ്ടായി, ഞാൻ നല്ലതാൻ വരുന്നു. അതാണ് ആത്മീയ ജീവിതം. ഇതിനെ അവർ എഴുതിയ ബൈലോയോ അല്ലെങ്കിൽ നിർബന്ധമായി ഇങ്ങനെ ചെയ്തേ പറ്റൂ എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. നാം പ്രാപിച്ച ദൈവാത്മാവ് നമ്മെ നടത്തുന്നതാണ്. അതേ സഹോദരങ്ങളെ, അതാണ് ദൈവത്തിന്റെ സത്യം. ഇനി നമ്മുടെ സൗന്ദര്യം. ഞാൻ കഴിഞ്ഞ രാത്രി അത് ചിന്തിച്ചു. ഞാൻ എൻ്റെ അപ്പച്ചനെ സ്നേഹിക്കുന്നത് സുന്ദരനായിട്ടാണ്. എൻ്റെ അപ്പച്ചന് ചെറുപ്പത്തിലുള്ള സൗന്ദര്യം പ്രായം ചെന്നപ്പോൾ ഇല്ലായിരുന്നു.